നമ്മളിവിടെ ഇൻഫ്ലേഷൻ എന്ന് പറയുന്ന ഒരു ചെറിയ പോർഷനാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അത് മാനേജൽ എക്കണോമിക്സിൻ്റെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ബികോം സെമസ്റ്റർ 1 മാനേജൽ എക്കണോമിക്സിൻ്റെ ചാപ്റ്റർ 4 ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് ഇൻഫ്ലേഷൻ. അപ്പോൾ ടെക്സ്റ്റിലെന്ന് വെച്ചാൽ ഭയങ്കര കൺഫ്യൂസിങ് ആയിട്ട് എല്ലാം കൂടി കൂട്ടിച്ചേർത്ത് ഒക്കെയാണ് കൊടുത്തിരിക്കുന്നത്. 5-6 പേജ് ഉണ്ട് ഇത് എഴുതിയിരിക്കുന്നത്. നമ്മൾ വെറും 3 സ്ലൈഡിൽ നമ്മൾ ഓൾമോസ്റ്റ് ഒരു 10-15 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പഠിക്കാൻ പോവാണ്. അപ്പോൾ ഇൻഫ്ലേഷൻ്റെ കോസ് നമ്മൾ പഠിക്കും, അതേ മെത്തേഡ് വെച്ചിട്ട് ഇൻഫ്ലേഷൻ്റെ ടൈപ്സ് പഠിക്കും, അതേപോലെ മെഷേഴ്സ് പഠിക്കും. അപ്പോൾ നമുക്ക് നോക്കാം. ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ ജനറൽ പ്രൈസ് റൈസിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സാധാരണ രീതിയിൽ പ്രൈസുകൾ കൂടിക്കൊണ്ടേയിരിക്കണം, ഓരോ ദിവസവും പ്രൈസ് കൂടുമ്പോൾ അതിനെ നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയും. ഇൻഫ്ലേഷൻ്റെ ഏറ്റവും വലിയ ഇഫക്റ്റ് എന്ന് വെച്ചാൽ പ്രൈസ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മണിയുടെ വാല്യൂ കുറയും, രൂപയുടെ വില കുറയും. അതാണ് ഇൻഫ്ലേഷൻ ഏറ്റവും വലിയ ഇഫക്റ്റ്. കാരണം നമുക്ക് പണ്ട് 100 രൂപ കൊണ്ട് നമുക്ക് കുറേ സാധനങ്ങൾ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു, അല്ലെങ്കിൽ ഒരു ബിരിയാണി കഴിക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പ്രൈസ് കൂടി കഴിയുമ്പോൾ സംഭവിക്കും, നമുക്ക് 100 രൂപയ്ക്ക് ബിരിയാണി കിട്ടില്ല. സോ നമ്മൾക്ക് ദ വാല്യൂ ഓഫ് മണി, അല്ലെങ്കിൽ പൈസ കൊണ്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്ന പൈസയുടെ പർച്ചേസിങ് പവർ എന്ന് പറഞ്ഞത് താഴേക്ക് പോകും. ഇതാണ് ഇൻഫ്ലേഷൻ ഏറ്റവും വലിയ ഇഷ്യൂ. നമുക്ക് ഇൻകം കൂടിയിട്ടും കാര്യമില്ല, ഇൻകം കൂടുന്നതിൻ്റെ ഒരു ഇഫക്റ്റ് നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റില്ല. കാരണം അതിനനുസരിച്ച് പ്രൈസ് കൂടിക്കൊണ്ടിരിക്കാൻ നമുക്ക് എത്രയാണോ പണ്ട് വാങ്ങിക്കാൻ പറ്റുന്നത് അത് തന്നെയാണ് ഇപ്പോഴും വാങ്ങിക്കാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും വലിയ ഇഫക്റ്റ്. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻഫ്ലേഷൻ, പ്രൈസുകൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇതൊക്കെയാണ് ഉത്തരം. പക്ഷെ ഇതങ്ങനെ ഓർത്തിരിക്കുക എളുപ്പമല്ല. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് വെച്ചാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, പ്രൈസ് എന്തുകൊണ്ടാണ് കൂടുന്നത്? ഒന്നുകിൽ സാധനങ്ങളുടെ ഡിമാൻഡ് വളരെ കൂടുതലാണ്, ആൾക്കാർ കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്നു. ഡിമാൻഡ് കൂടുന്നു എന്ന് പറഞ്ഞാൽ സപ്ലൈ കുറയുന്നു. അപ്പോൾ ഒന്നുകിൽ സപ്ലൈ കുറവായതുകൊണ്ട് പ്രൈസ് കൂടാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിമാൻഡ് ഭയങ്കരമായിട്ട് കൂടിയതുകൊണ്ട് പ്രൈസ് കൂടാം. അപ്പോൾ ഡിമാൻഡ് കൂടാൻ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഡിമാൻഡ് കൂടുന്നത് എപ്പോഴൊക്കെയാണ്? ഒന്നുകിൽ ആൾക്കാർ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, അപ്പോൾ ഡിമാൻഡ് കൂടും, സാധനങ്ങൾ കൂടും. അല്ലാന്നുള്ള ആൾക്കാരുടെ ഇൻകം കൂടി, അല്ലെങ്കിൽ മൊത്തത്തിൽ ലോണുകളായിട്ട് ഇപ്പോൾ ആൾക്കാരുടെ ഇൻകം ഇല്ല, ആൾക്കാർ ലോൺ എടുക്കുന്നു, ഇഷ്ടംപോലെ ലോൺ അവൈലബിൾ ആണ്, മണി സപ്ലൈ കൂടുതലാണ്, അപ്പോഴും ഇൻകം നമ്മുടെ ഡിമാൻഡ് കൂടും. പോപ്പുലേഷൻ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത്രയും പേരുടെ ഡിമാൻഡ് കൂടും. പാരലൽ ഇക്കോണമി, ഒരു ബ്ലാക്ക് ഇക്കോണമി പോലെ നമ്മുടെ ലീഗൽ അല്ലാത്ത ഒരു ഇക്കോണമി ഉണ്ട്. ആ ഇക്കോണമി ജനറേറ്റ് ചെയ്യുന്ന ഡിമാൻഡ് സാധാരണ പേപ്പറിൽ കാണില്ല, അതുകൊണ്ടും ഡിമാൻഡ് കൂടും. അപ്പോൾ ഇതൊക്കെ കാരണങ്ങളാണ്, ഓർത്തിരിക്കാൻ ഇപ്പോൾ സിമ്പിളായില്ലേ. ഇനി സപ്ലൈ എപ്പോഴാണ് കുറയുന്നത്? കമ്മോഡിറ്റീസ് ഷോർട്ട് വരുമ്പോൾ. എന്തുകൊണ്ടാണ് കമ്മോഡിറ്റീസ് കുറയുന്നത്? ഒന്നുകിൽ അത് പൂഴ്ത്തി വയ്ക്കും, നമ്മൾ നാളെ നല്ല പ്രൈസ് കിട്ടുമെന്ന് വെച്ചിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുന്ന നമുക്ക് നല്ല വലിയ കൊഞ്ചൊന്നും നമുക്ക് കിട്ടില്ല. കാരണം എന്താ? അത് എക്സ്പോർട്ട് ചെയ്ത് പോവാണ്. അല്ലെങ്കിൽ ഇൻഡസ്ട്രി വളരെ കുറവാണ്, ഇവിടെ പ്രൊഡക്ഷൻ വളരെ കുറവാണ്, സപ്ലൈ കുറവാണ്, അപ്പോഴും നമ്മുടെ ഇൻഫ്ലേഷൻ അല്ലെങ്കിൽ നമ്മുടെ പ്രൈസ് കൂടും. പിന്നെ വളരെ ജെന്യുവിൻ ആയിട്ടുള്ള പ്രൈസ് ഇൻക്രീസിനുള്ള കാരണമാണ്, അതായത് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുന്നു. നമുക്ക് ഇപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ ഗോതമ്പിൻ്റെ വില കൂടി, അങ്ങനെയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കാരണം ഇൻഫ്ലേഷൻ ആ സാധനത്തിന് ചപ്പാത്തിയുടെ പ്രൈസ് കൂട്ടിയേ പറ്റും. ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, നിങ്ങളുടെ റോ മെറ്റീരിയൽസ് ഷോർട്ടാണ്, അല്ലെങ്കിൽ അതിനെ ഹെൽപ്പ് ചെയ്യുന്ന സാധനങ്ങൾ. ഇപ്പം ഗോതമ്പ് മാത്രം ഉണ്ടായ ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ, നമുക്കത് അതിനുള്ള മെഷീൻ വേണം, അപ്പം അതിന് ഇലക്ട്രിസിറ്റി വേണം, അതിന് ആൾക്കാർ വേണം, അവർക്ക് വേജസ് കൊടുക്കണം, ഇല്ലെങ്കിൽ അത് ട്രാൻസ്പോർട്ട് ചെയ്യണം, അപ്പോൾ പെട്രോൾ വേണം. അതുപോലുള്ള സാധനങ്ങൾ കൂടുക എന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി വില കൂടും. അല്ലെങ്കിൽ ഗവൺമെൻറ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സുകൾ കൂടുകയാണെങ്കിൽ കൂടും. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഷോർട്ടാവാൻ കാരണം വേണമെങ്കിൽ കലാമിറ്റീസ് ആവാം. ഗോതമ്പിൻ്റെ വില കൂടാൻ കാരണം കലാമിറ്റീസോ, നാച്ചുറൽ കലാമിറ്റീസോ, എർത്ത് അല്ലെങ്കിൽ ഫ്ലഡോ, വരൾച്ചയോ ഒക്കെ വരാം. ഇനി ഈ ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിൻ്റെ വില കൂടാൻ കാരണം എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻസ്, രൂപയുടെ വില കുറയുന്നതുകൊണ്ട് ഇമ്പോർട്ടൻറ്റ് ഗുഡ്സിൻ്റെ വില കൂടാം, അതേപോലെ തന്നെ വേജസ് കൂടുന്നതുകൊണ്ട് ഇൻപുട്ട് കോസ്റ്റ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ കൂടാം. അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റിയുടെ വില കൂടിയാൽ മതി. ഇങ്ങനെ എന്തെങ്കിലും ടാക്സസ് ഗവൺമെൻറ് ചെലുത്തി കഴിഞ്ഞാൽ അതിനനുസരിച്ച് നമ്മുടെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടും. പിന്നെ ജെനുവിൻ അല്ലാത്ത രീതി കൊണ്ടുണ്ടാവുന്ന പ്രൈസ് റൈസാണ്. അത് ശരിക്കും ടെക്നോളജി, നല്ല പുതിയ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്ത് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറഞ്ഞിരിക്കുകയാണ് ഒരു ബിസിനസ്സിന്. പക്ഷേ അവരൊരു കാരണവശാലും പ്രൈസ് കുറയ്ക്കില്ല, കൂട്ടുള്ളൂ. കാരണം ദേ വോണ്ട് മോർ പ്രോഫിറ്റ്സ്. അപ്പോൾ പ്രോഫിറ്റിനുള്ള ഡിസയർ കൊണ്ട് പ്രൈസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ അതും ഇൻഫ്ലേഷന് കാരണമാണ്. അപ്പോൾ ഈ റീസൺ വെച്ച് തന്നെ നമുക്കിനി പഠിക്കാം. ഡിമാൻഡ് ഉണ്ടാക്കുന്ന, അതായത് നമ്മൾ നേരത്തെ പഠിച്ചത് ഡിമാൻഡ് എക്സീഡ് സപ്ലൈ, സപ്ലൈ ലെസ് ദാൻ ഡിമാൻഡ്, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, പ്രോഫിറ്റ്. ഈ 4 തന്നെയാണ്. ഡിമാൻഡ്
കാരണമുണ്ടാവുന്ന ഇൻഫ്ലേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സപ്ലൈ കാരണം ഉണ്ടാവുന്നത് സ്കേസിറ്റി ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. അതേപോലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഇല്ലാതെ ഒരു കാരണം നമ്മൾ പറഞ്ഞല്ലോ, അതുകൊണ്ട് മാത്രമാണെന്നുണ്ടെങ്കിൽ അതിന് പ്രൊഡക്ഷൻ ഇൻഫ്ലേഷൻ എന്ന് പറയും. പ്രോഫിറ്റിൻ്റെ ഡിസൈർ കാരണം ഉണ്ടാകുന്ന പ്രോഫിറ്റ് ഇൻഫ്ലേഷൻ. പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ വേജസ് ഇൻക്രീസ് ചെയ്തിട്ടുള്ള വേജ് ഇൻഡ്യൂസ്ഡ് ഇൻഫ്ലേഷൻ. കോസ്റ്റ്, മൊത്തത്തിൽ കോസ്റ്റ് പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തിട്ട് പ്രൈസ് കൂടുന്ന കോസ്റ്റ് പുൾ ഇൻഫ്ലേഷൻ. ഇപ്പോൾ ടൈപ്സ് പഠിച്ചു. ഇനി ഇതേ റീസൺസ് വെച്ച് തന്നെ നമുക്ക് കോസസ് വെച്ചിട്ട് നമുക്ക് മെഷേഴ്സും കൂടി പഠിക്കാം. ഏറ്റവും സിമ്പിളായിട്ടുള്ള ആദ്യം നോക്കാം. സപ്ലൈ കുറവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അതായത് ഹോർഡിങ്, ഇൻക്രീസ് ഇൻ എക്സ്പോർട്ട്സ്, ഇതൊക്കെ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ളതാണ്. അപ്പോൾ സപ്ലൈ കുറവായതുകൊണ്ടാണ് നമുക്ക് ഇൻഫ്ലേഷൻ ഉണ്ടാകുന്നത്, പ്രൈസ് റൈസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി ഗോ ഫോർ ഇമ്പോർട്ട് ചെയ്യുക. നമ്മൾ കണ്ടിട്ടില്ലേ, തക്കാളിയുടെ വില കൂടി കഴിയുമ്പോൾ, സവാളയുടെ വില കൂടി കഴിയുമ്പോൾ ഉടനെ ഗവൺമെൻറ് പുറത്തുനിന്ന് ഇമ്പോർട്ട് ചെയ്യും. സോ ഇമ്പോർട്ട് ചെയ്ത് നമുക്ക് വില കുറയ്ക്കാൻ പറ്റും, ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ പറ്റും. ഇനി ആൾക്കാർക്ക് പ്രോഫിറ്റ് എൻ്റെ ആഗ്രഹം കൂടിയതാണെങ്കിൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല, അവിടെ നമുക്കൊരു മെഷറില്ല. ഇനി സപ്പോസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കൂടുകയാണ്, കലാമിറ്റീസ് കൊണ്ട് കൂടുകയാണെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വേണമെങ്കിൽ എഗെയിൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഇമ്പോർട്ട് കൊണ്ട് കുറച്ച് കാലം പിടിച്ചു നിൽക്കാം, സാധനങ്ങളുടെ അവൈലബിലിറ്റി ഇല്ലാത്തതുകൊണ്ടാണെങ്കിൽ. പിന്നെ എക്സ്ചേഞ്ച് റേറ്റ് ഫ്ലക്ച്വേഷൻ കൊണ്ടാണെങ്കിൽ റുപ്പി വേണമെങ്കിൽ നിങ്ങൾക്ക് ഓവർ വാല്യൂ ചെയ്ത് ഇമ്പോർട്ടൻ്റെ വില കുറച്ച് കൊണ്ടുവരാം. പക്ഷേ വേജസ് ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇനി ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്നു. ഡിമാൻഡ് ഇൻക്രീസ് ചെയ്യുന്ന പല കാര്യങ്ങളും കൊണ്ടാണ്. ഒന്ന്, പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുന്നതുകൊണ്ട്. പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പാരലൽ ഇക്കോണമി കൊണ്ടാണെങ്കിൽ നമുക്ക് ഡിമോണിറ്റൈസേഷൻ കൊണ്ട് ഒരു പരിധി വരെ പാരലൽ ഇക്കോണമി കൺട്രോൾ ചെയ്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ട് നമ്മൾ ചാപ്റ്റർ പഠിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇനി പബ്ലിക് എക്സ്പെൻഡിച്ചറാണെന്ന് വിചാരിച്ചു. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്യുന്നു, അതുകൊണ്ടും വരും. അപ്പോൾ പബ്ലിക് എക്സ്പെൻഡിച്ചർ കുറയ്ക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒന്നുകിൽ ടാക്സ് ഇമ്പോസ് ചെയ്യാം, അപ്പോൾ ആൾക്കാരുടെ കയ്യിൽ ചിലവാക്കാനുള്ള കാശ് കുറയും. അല്ലെങ്കിൽ ഗവൺമെൻറ് ആൾക്കാരുടെ അടുത്ത് നിന്ന് കടം എടുക്കും. അല്ലെങ്കിൽ സേവിങ് ഇൻസ്ട്രുമെൻറ്റുകൾ റേറ്റ് കുറയ്ക്കും. അപ്പോൾ ആൾക്കാർ കുറച്ചുകൂടി സേവ് ചെയ്യാൻ റെഡിയാവും, അവരുടെ കയ്യിൽ സ്പെൻഡ് ചെയ്യാനുള്ള പൈസ കുറയും, അതിനനുസരിച്ച് അവരുടെ ഡിമാൻഡ് കുറയും. പിന്നെ നമുക്ക് ചെയ്യാവുന്ന അവരുടെ പർച്ചേസിങ് പവർ കുറയ്ക്കുക. പർച്ചേസിങ് പവർ കൂടി നിൽക്കുന്നതുകൊണ്ടാണല്ലോ സാധനം കൂടുതൽ വാങ്ങിക്കുന്നത്. അതിന് എന്ത് ചെയ്യുന്നു വെച്ചാൽ മിക്കവാറും ആൾക്കാർ ലോൺ എടുത്തിട്ടാണ് വാങ്ങിക്കുക. ലോൺ എടുത്തിട്ടാണെങ്കിൽ കൺസ്യൂമർ ക്രെഡിറ്റ് കൺട്രോൾ ചെയ്യുക. അല്ലെങ്കിൽ ബാങ്കുകൾക്ക് മാർജിൻ മണി എന്ന് പറഞ്ഞ സാധനമുണ്ട്. ഇപ്പോൾ നമ്മൾ ലോൺ എടുത്താൽ 100 രൂപയുടെ ലോൺ എടുത്താൽ 100 രൂപ നമുക്ക് ലോൺ തരില്ല, അവർ 20 രൂപ നമ്മൾ അക്കൗണ്ടിൽ ഇടും, 80 രൂപ ഇവർ തരുള്ളൂ. അപ്പോൾ 20 രൂപയാണ് മാർജിൻ മണി. ആ മാർജിൻ മണി ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് ഇപ്പോൾ 20 രൂപ എന്നുള്ളത് ബാങ്ക് പറഞ്ഞു 60 രൂപ, ബാക്കി 40 ഞാൻ ലോൺ തരുള്ളൂ എന്ന് പറഞ്ഞാൽ അവിടെ മാർജിൻ മണി കൂടുക. മാർജിൻ മണി കൂടുമ്പോൾ ലോണബിൾ എമൗണ്ട് കുറയും, അപ്പോഴും ഇവരുടെ കയ്യിൽ കിട്ടുന്ന ലോൺ കുറയും. ഇനി റിസർവ് റിക്വയർമെൻറ്റ്സ് റേസ് ചെയ്യാം. 100 രൂപ നിങ്ങൾ SBIയിൽ കൊണ്ടിട്ടാൽ, സേവിങ്സ് അക്കൗണ്ടിൽ കൊണ്ടിട്ടാൽ 100 രൂപ തന്നെ ലോൺ കൊടുക്കാൻ പറ്റില്ല ഒരു ബാങ്കിന്. 10 രൂപ കുറച്ച് ഒരു 90 റുപ്പീസേ കൊടുക്കാൻ പറ്റുള്ളൂ. 10 രൂപ റിസർവാണ്. അപ്പോൾ റിസർവ് കൂട്ടി കഴിഞ്ഞാൽ അതിനനുസരിച്ച് ലോണബിൾ എമൗണ്ട് കുറയും. അങ്ങനെയും നമ്മുടെ ആൾക്കാരുടെ കയ്യിലെത്തുന്ന മണി കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് മണി സപ്ലൈ കൂടുതലാണ്. RBI മണി സപ്ലൈ കൂട്ടുകയെന്നുണ്ടെങ്കിൽ എഗൈൻ ഡിമാൻഡ് കൂടുക, ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ കാശ് എത്തും. അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിൽക്കാൻ റെഡിയാവും. അപ്പോൾ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് വിറ്റാൽ അത് ആൾക്കാർ വാങ്ങിക്കും, കാരണം സെക്യൂർഡ് ആയിട്ടുള്ള ഇൻസ്ട്രുമെൻ്റാണ്, ഗവൺമെൻറ് ഇൻസ്ട്രുമെൻ്റാണ്, വാങ്ങിക്കും. അപ്പോൾ അവരുടെ കയ്യിൽ കാശ് കുറയും, മണി സപ്ലൈ കുറയും. പിന്നെ ഗവൺമെൻറ് ചെയ്യുന്നൊരു കാര്യം എന്ന് വെച്ചാൽ ബാങ്ക് റേറ്റ് റേസ് ചെയ്യുക. റിപ്പോ റേറ്റ് എന്ന് പറഞ്ഞ റേറ്റ് ഉണ്ട്. ഈ റേറ്റിലാണ് നമ്മുടെ RBI ബാങ്കുകൾക്ക് ലോൺ കൊടുക്കുന്നത് അത്യാവശ്യ ഘട്ടങ്ങളിൽ. അപ്പോൾ RBI ബാങ്കിന് ലോൺ കൊടുക്കുന്ന റേറ്റ് കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബാങ്ക് റേറ്റ് കൂട്ടും, വേറെ നിവൃത്തിയില്ല. RBI 5% കൊടുക്കുന്നതെങ്കിൽ ബാങ്ക് പുറത്തേക്ക് 6% കൊടുത്താലേ ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ റേറ്റ് കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആൾക്കാർ ലോൺ എടുക്കുന്നത് കുറയ്ക്കും. അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, നിങ്ങൾ ആക്ച്വലി ഈ 4 സാധനം പഠിച്ചാൽ മതി. 4 സാധനം പഠിച്ചാൽ നിങ്ങൾ ടൈപ്സും അതേപോലെ കോസസും പിന്നെ മെഷേഴ്സ് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. ഇതുപോലെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഫുൾ മാനേജൽ എക്കണോമിക്സിൻ്റെ പോർഷൻ കവർ ചെയ്യണം മലയാളത്തിൽ, ഒറ്റ പോയിൻ്റ് പോലും വിടാതെ എന്നുണ്ടെങ്കിൽ നിങ്ങൾ കോഴ്സ് സബ്സ്ക്രൈബ് ചെയ്യുക. ജസ്റ്റ് 199 റുപ്പീസിന് ഫുൾ മാനേജൽ എക്കണോമിക്സിൻ്റെ കോഴ്സ് നിങ്ങൾക്ക് വ്യൂ ചെയ്യാൻ പറ്റും.